ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സാമ്പാർ പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടാലോ. അതിനായി ആദ്യം വേണ്ടത് പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ ചൂടുകട്ടിയുള്ള ഒരു പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പാത്രം ചൂടായി കഴിയുമ്പോൾ നമ്മുടെ മുളക് ഐറ്റംസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ 2 ഐറ്റം മുളകാണ് എടുക്കുന്നത്. ഒന്ന് കാശ്മീരി, മറ്റൊന്ന് പിരിയൻ മുളകും. പിന്നെ വേണ്ടത് കുരുമുളക്, മല്ലി, ഉലുവ, കടലപ്പരിപ്പ്, ഉഴുന്ന്, കായം, നല്ല ജീരകം, ഒരു ചെറിയ സ്പൂൺ അരി. ഇത് കൊഴുപ്പ് കിട്ടാനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് മഞ്ഞൾ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുത്തുകൊണ്ടിരിക്കുക. ഒത്തിരി മൂത്ത് പോകാതെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അത്യാവശ്യം ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ആദ്യം ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ എല്ലാം ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി പാത്രത്തിൽ നിന്ന് കോരി തണുക്കാൻ മാറ്റി വയ്ക്കാം. ചൂടെല്ലാം ആറിക്കഴിയുമ്പോൾ മിക്സിയുടെ ഒരു ജാറിൽ നമുക്ക് പൊടിച്ചെടുത്ത പൊടി ഒരു അരിപ്പ എടുത്ത് നല്ല ഫൈനായിട്ട് അരിച്ചെടുക്കാം. ശേഷം ഫ്ലേവർ ലോക്കായി അടച്ചു സൂക്ഷിക്കാം. മായമില്ലാത്ത സാമ്പാർ പൊടി അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.